മക്കളെ റാത്തല്ല. പിന്നെ ഇത് നമ്മൾ കുറേ മുമ്പ് പറഞ്ഞാൽ ഒരു 2 കൊല്ലമായിട്ടുണ്ടാവും അല്ലേ? 2 കൊല്ലമല്ല, ഒരു 1.5 കൊല്ലം എന്തായാലും ആയിട്ടുണ്ടാവും. അങ്ങനെ ചെയ്ത വർക്കാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫിനിഷിങ് കണ്ട ഫിനിഷിങ്ങിലെല്ലാം കാര്യം ശരിക്കും ഇത് നല്ല കോൺക്രീറ്റ് ഇട്ട് നല്ല സെറ്റപ്പ് ആക്കിയാണ് കേട്ടോ. ഇത് പിന്നെ നല്ല നനക്കാന്ന് നല്ല വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വെള്ളം കുറവാണ്, നനക്കാനൊന്നും ആൾക്കാർ വല്ലാതെ സമ്മതിക്കില്ല. ബാത്റൂം കാര്യങ്ങൾ ഇതൊക്കെ കരയാതെ എഞ്ചിനീയർ പറഞ്ഞ പോലെ തന്നെ അടിച്ചു കൊടുത്തിട്ടുണ്ടാവും. ഒന്നും കൂടി ഇങ്ങോട്ട് വൃത്തിയേടായി കിടക്കുകയാണ്. പിന്നെ ഇത് കണ്ടില്ല നിങ്ങൾ, ഇതിന് പൈപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇവർ കുറച്ച് കാലം പഴകും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എന്ത് ചെയ്തിരിക്കണേ, പൈപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പൈപ്പ് നമുക്ക് അടിക്ക് താത്തി വെച്ചിട്ടുണ്ട്. നല്ല അടിക്ക് നല്ല താത്തി വെച്ചിട്ടാ, റെസ്റ്റ് വരാതിരിക്കാനുള്ള താത്തിക്കിട്ടാ. അതേപോലെ തന്നെ അടിയിൽ ഗ്രീസ് ഇട്ടും ചെയ്തിരിക്കണേ. പിന്നെ മേലെ ടോപ്പ് ഇട്ടിക്കണേ. മേലെ ടോപ്പ് ഉണ്ടല്ല നിങ്ങൾ ആ കെട്ട് സെറ്റാക്കി വെച്ചാട്ടാ. പിന്നെ കോർണർ ഉണ്ടല്ല നിങ്ങൾ അതിന് അത്യാവശ്യം നല്ല സെറ്റപ്പിൽ ചെയ്ത് വെച്ചിട്ടാ. അപ്പോൾ നമ്മളെ വിഷയം അതൊന്നുമല്ല. ഇപ്പോൾ വിഷയം എന്താണോ, ഇപ്പോൾ വിഷയം ഇവിടെ കിണർ ചെറിയ ചുറപ്പണിയുണ്ട്. കിണറുമ്മ എന്താ പണി വെച്ചാൽ, ഈ കിണർ ഇതാ നമ്മളെ പഴയ ഘടികാരമുണ്ടല്ലോ, ക്ലോക്ക് അതേപോലെ ഉള്ള കിണറാണ്. എന്നുണ്ടെങ്കിൽ ഈ കിണർ അവിടെ പാറ ഇവിടെ വെള്ളം, അവിടെ പാറ ഇവിടെ വെള്ളം. അപ്പോൾ ഈ പാറൻ്റെ ആ കാണുന്ന ഭാഗത്ത് പകുതി ഇങ്ങോട്ട് കോൺക്രീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഒരു മീറ്റർക്ക് പൊന്തിച്ച് നിർത്തിയിട്ട് അവിടുന്ന് മേലെ വരെ കെട്ടിയിട്ട് ഇങ്ങോട്ട് ഈ കിണറിനെ ചെറുതാക്കണം. ചുരുക്കി പറഞ്ഞാൽ ഈ കിണർ ഇങ്ങനെ റൗണ്ട് കിടക്കണം. ഇത്ര വേണ്ട, അതിൽക്കൂടി വണ്ടി സംവിധാനമൊക്കെ പോകാനുള്ളതാണെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞ സ്ലാബ് ഇടാനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുക എന്ത്, അത് വേണ്ട കാക്ക, നമുക്ക് ചെറിയ സ്ലാബ് ഇടണമെങ്കിൽ 50,000 രൂപേൻ്റെ പുറത്തേക്ക് എന്തായാലും ചിലവ് വരും. കാരണം 16-ൻ്റെ കമ്പി ഇടേണ്ടി വരും, ഫുള്ള് പെർഫെക്റ്റ് ആയിട്ട് പണിയെടുക്കേണ്ടി വരും. ഇതാകുമ്പോൾ എന്താ പറയുക, നേരെ ഒരു കംപ്രസറേറിനെ കൊണ്ടുവരാം. കംപ്രസറേറിനെ കൊടുന്നാണ്ട് അടിയിൽ ഒരു 10-20 തൊളാണ്ട് തുളപ്പിച്ചാണ്ട് എന്ത് ചെയ്യുക, അതിക്കൊരു ചെറിയ ഒരു 12-ൻ്റെ കമ്പിയോ 8mm 10mm ഒക്കെ ഏതെങ്കിലും കിട്ടിയാൽ മതി. ആണ്ട് ഇറക്കി വെച്ചാണ്ട് ഫുള്ള് ബിറ്റാക്കിയിട്ട് കെട്ടിയാണ്ട് ഒരു മീറ്റർ ഹൈറ്റിൽ എന്ത് ചെയ്യുക, ആണ്ട് ഇങ്ങനെ കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക, അത് ഫില്ല് ചെയ്യുകയും ചെയ്യുക. ഉള്ളും പാക്കിട്ടാണ്ട് വീതി ഒരു 2.5 അടി വേണം. എന്നാലും ഉള്ളും പാക്കിട്ടാണ്ട് അതിൽ നിന്ന് ഇങ്ങനെ കെട്ടിക്കൊണ്ടുവരാൻ പറ്റുള്ളൂ. കെട്ടിയിട്ട് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ബാക്കാണ് തൂർത്തെടുത്താൽ മജബൂത്തായി ഒരു കാലത്ത് തള്ളുന്നുള്ളൊരു പേടിയും വേണ്ട. പിന്നെന്തായി ഈ ഭാഗം നമുക്ക് എന്ത് ചെയ്യാം, ആണ്ട് ഉള്ളിൽ നല്ല എടുത്തിട്ട് സെറ്റപ്പായി കൊടുക്കാമെന്നാണ് തീരുമാനം. ഇൻഷാ അല്ലാഹ്. ഇതിൻ്റെ നിങ്ങൾ വെള്ളം നല്ല വെള്ളം കേട്ടോ, എന്തില്ല ഇതിനുള്ളിലൊരു അയുണ്ട്. അപ്പോൾ ആ അയ കൂടി എന്തുണ്ട്, നമുക്ക് ചേടിയുണ്ടെങ്കിൽ നല്ല താത്തിയിട്ട് സെറ്റപ്പായി കൊടുക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് പോയിട്ട് ഇന്ന് കംപ്രസറേറിനിട്ട് വരുന്ന കംപ്രസർ വന്നിട്ട് എന്ത് ചെയ്യണം, അതിന് തുള കുത്തണം. നല്ല കട്ടി പാറയുണ്ട് കണ്ടില്ല നിങ്ങൾ. ആ പാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത പാറയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, അപ്പോൾ അതിന് കംപ്രസറായിട്ട് തുള കുത്തണം. എന്തിനാണ് തുള കുത്തുന്നത് അറിയുക, കമ്പി ഇടാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ എന്തിനാണ് കാക്ക കമ്പി ഇടുന്നതെന്ന് ചോദിക്കും. കമ്പി ഇട്ടില്ലെങ്കിൽ എന്താ പറയുക, ഇതിൽ ഏതെങ്കിലും കാലത്ത് പൊട്ടിക്കേണ്ടൊക്കെ സാഹചര്യം വന്നാൽ അപ്പോൾ അതിൻ്റെ അടിയിൽ പിടുത്തുണ്ടാവില്ല. അപ്പോൾ അത് ചെറുതായിട്ടൊരു കിടുക്കം വരാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ കമ്പി ഇട്ടിട്ട് പെർഫെക്റ്റ് ആക്കാമെന്ന് വിചാരിച്ചു. നിങ്ങളെ അഭിപ്രായം എന്താ? ഇനി വേറെ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കേട്ടോ. ഇതിപ്പോൾ സമയമുണ്ട്. ഇങ്ങനെയുള്ള കിണറിനെ ചെറുതാക്കാനുള്ള ഓപ്ഷനാണ്. അവരാദ്യം പറഞ്ഞ എന്താണ്, ഇതിമ്മ സ്ലാബ് ഇട്ടാണ്ട് അതിൻ്റെ ഉള്ളിൽ അവിടെ പൊക്കറവിടെ കിടന്നോട്ടെ, പ്രശ്നം ചെയ്യാമെന്ന്. പക്ഷേ ഏത് കാലത്തും ആ കിണർ കാണാനൊരു ചേലുറവ് ഉണ്ടാവും. കാരണം അതിൻ്റെ ഉള്ളിൽ പൊക്കറ എടുക്കുമ്പോൾ. അപ്പോൾ അതിനൊക്കെ നല്ല എന്താ അടിയിൽ നിന്ന് കണ്ട് എന്ത് ചെയ്യുക, വാർത്തിട്ട് പടുത്തു വിടുന്ന അതല്ല നല്ലത്. നിങ്ങളൊരു അഭിപ്രായം പറഞ്ഞോളി. ഓക്കെ, സെറ്റല്ലേ?